കൊച്ചിയിൽ കളമശ്ശേരിയിൽ ഗോഡൌണിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബെവറേജസ് ഔട്ട്ലെറ്റിന് പിറകിലെ കിടക്കയുടെ ഗോഡൌൺ ആണ് തീ പിടിച്ചത്. എസ് രാഗിൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. രാഗിൻ, തീ പൂർണ്ണമായും അണച്ചോ? തീ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. വലിയ തീപിടുത്തമാണ് ഈ മേഖലയിൽ ഉണ്ടായത്. അത്രത്തോളം നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ രീതിയിൽ തന്നെ തീ ആളിപ്പടരുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തീ ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് തന്നെ പറയാം. വാഹനങ്ങൾ ഉൾപ്പെടെ കത്തിയിട്ടുണ്ട്. ഇത് കിടക്ക കമ്പനിയുടെ ഗോഡൌൺ ആണ്. ഇത് യഥാർത്ഥത്തിൽ ഏത് സമയത്തോടു കൂടിയാണ് ഇത് ഉണ്ടായത്? എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് ഒരു 9:30 കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവം അറിയുന്നത്. പുക വന്ന് ഇത് ചെയ്യണത്. നമ്മൾ അപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ കൂടി വന്ന് കിടത്താനായിട്ടുള്ളൊരു ആദ്യ ശ്രമം നടത്തി. പക്ഷേ അപ്പോഴേക്കും ടവർ ലൈൻ പൊട്ടി വീണു. വൈദ്യുതി കമ്പി പൊട്ടി വീണു. ടവർ വലിയ ടവറാണ് പൊട്ടി വീണത് വന്നിട്ടുണ്ടായിരിക്കണത്. അപ്പോൾ അപ്പുറത്തെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. വലിയ ടവർ ലൈൻ പൊട്ടിയത് അപ്പുറത്തെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. പടർന്നത് കൊണ്ട് അങ്ങനെ സംഭവില്ല. ഇത് ടവർ വീണിട്ടാണ് പൊട്ടിയിരിക്കണത്. അതുകൊണ്ട് ആ ടവർ വീണപ്പോൾ പിന്നെ എല്ലാവരും ഓടി മാറി. ആർക്കും അടുക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി. തീ ആളിപ്പടർന്നു അല്ലേ? അപ്പോഴേക്കും തീ ആളിപ്പടർന്നു. ആകെ മൊത്തം കത്ത് കയറി. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു, ചെറിയ വിവരം ഉണ്ടായിരുന്നു. അതപ്പം തന്നെ ആളപ്പം തന്നെ മാറ്റിയായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? മൊത്തം പോയില്ല, മൊത്തം പോയി. ഇത് ജനവാസ മേഖല കൂടിയാണല്ലോ. അതെ. ഇപ്പോൾ HMTയുടെ പ്രദേശമായതുകൊണ്ട് അധികം അങ്ങനെ ആൾ സഞ്ചാരമുള്ള പ്രദേശമല്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എങ്ങനെയാണ് ഇത്? വലിയൊരു ശബ്ദത്തോടെയാണ് ഇവിടെ ജനങ്ങൾ അറിഞ്ഞത്. വലിയൊരു സൗണ്ട്, പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. ഈ സൗണ്ട് കേട്ട് എല്ലാവരും ഇവിടെ ഉള്ള ആളുകൾ ഓടിക്കൂടിയപ്പോൾ കാണുന്നത് ടവർ ലൈൻ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം എല്ലായിടത്തും തീ പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഷെഡിന് തൊട്ടപ്പുറത്ത് വേറൊരു ഷെഡുണ്ട്, അതിനപ്പുറത്ത് വേറൊരു ഷെഡുണ്ട്. ഇതിലെല്ലാത്തിലും തീ പടർന്നതോടെ ആർക്കും ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. ജനത്തിന് ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഫയർഫോഴ്സും പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തിയാണ് ഇതിനകത്തേക്ക് എല്ലാവരും കടന്നതും വെള്ളം ഒടിച്ചു തുടങ്ങിയത്. എങ്ങനെയാണ് യഥാർത്ഥ കാരണം സംബന്ധിച്ച്? യഥാർത്ഥ കാരണം പെട്ടെന്ന് ആർക്കും മനസ്സിലായി. സത്യത്തിൽ ആളുകൾ ഓടി കൂടുമ്പോൾ ടവർ ലൈൻ താഴെയുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പാർക്കിങ് എല്ലായിടത്തും നടക്കുന്നുമുണ്ട്. പിന്നീടാണ് ലൈൻ ഓഫായതിനു ശേഷമാണ് എല്ലാവർക്കും ഇങ്ങോട്ട് അടുക്കാൻ പറ്റിയത്. ആളുകൾക്ക്, പൊതുജനത്തിന് ഇങ്ങോട്ട് അടുക്കാൻ പറ്റിയത് ആ സാഹചര്യത്തിലാണ്. അതുവരെ ആർക്കും അടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ദൂരം മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ തീ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീ അണച്ചെങ്കിൽ ഇപ്പോഴും പുകച്ചിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഇതുണ്ട്. അത് പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ ആ റൂമുകളിലേക്കൊക്കെ തീ പടർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത് ഇളക്കി ഒന്ന് കിടത്തിയതിന് ശേഷമേ ഇത് പൂർണ്ണമായിട്ട് തീരുള്ളൂ. ഇതാണ് നിലവിൽ ഇവിടുത്തെ സ്ഥിതി. നമുക്ക് ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പല ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാം. ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും തീ ഇത്തരത്തിൽ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇതിന്റെ കാരണം ഉൾപ്പെടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തും എന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് വേഗത്തിൽ തന്നെ ഇവിടെ എത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയെങ്കിലും രീതിയിൽ ഇത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞതെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ബോധ്യമാകുന്നു. എന്തായാലും ഇത്തരത്തിൽ വലിയ നാശനഷ്ടം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മുൻപിൽ കാണാം, 2 വാഹനങ്ങൾ തന്നെ ഉണ്ട്. 2 വാഹനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം നമുക്ക്. 2 വാഹനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയാണ്. ഇത് കിടക്ക കമ്പനിയുടെ ഗോഡൌൺ ആണെന്നാണ് വ്യക്തമാകുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ ഈ മേഖലയിൽ തീ ആളിപ്പടർന്നിരുന്നു. വലിയ പുകയും ഈ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അതിനൊക്കെ ശേഷമാണ് പിന്നീട് ഇത് നിയന്ത്രണ വിധേയം ആക്കിയിട്ടുള്ളത്. വലിയ തോതിൽ തന്നെ തീ ആളിപ്പടർന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരാൾ ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു. അദ്ദേഹത്തെ വേഗം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അധികാരികളും അധികൃതരും ഒക്കെ തന്നെ വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ ഈ കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിന് സമീപത്ത് ഈ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം ഉള്ള സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായ അവസ്ഥയിലേക്ക് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജനവാസ മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ തന്നെ വലിയ തോതിൽ പടർന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇപ്പോഴും ഇവിടെ പുക അത്തരത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആസ്പെറ്റോ സ്ട്രീറ്റും അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളും കൂടാതെ ഈ ഗോഡൌണിന്റെ പ്രദേശങ്ങളും വാഹനങ്ങളും ഒക്കെയാണ് കത്തി നശിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോഴും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം ഉൾപ്പെടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തും. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരും ഇതിന്റെ ഭാഗമായി തന്നെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കളമശ്ശേരി ഭാഗത്തു നിന്നും കളമശ്ശേരി പ്രദേശത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി നഗരഭാഗത്ത് തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്.